പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നത്തിങ് വിൽ ഹാപ്പൻ വിത്തൗട്ട് റീസൺ എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. ഒരു പാട്ടിലൂടെ നിർത്തിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ജീവിതം എന്ന നൗകയിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സുഖവും ദുഃഖവും നാം അറിയാതെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അതനുഭവിക്കുന്നത് നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവരായി തീരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കണം, ഈ സുഖം എന്ന ഒരനുഭൂതി നമുക്ക് ആരും ഒരിക്കലും കൊണ്ടുതരാൻ ഇഷ്ടപ്പെടുകയില്ല. ഇന്നാ നീ പിടിച്ചോ ഇത്തിരി സുഖം എന്ന് ആരും ഒരിക്കലും നമ്മളിലേക്ക് തരികയില്ല. അത് നമുക്ക് നമ്മളുടേതായ പ്രവൃത്തിയിലൂടെയും നന്മയിലൂടെയും അങ്ങനെയൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അത് അനുഭവിക്കാനും ആരുടെയും സഹായം വേണ്ടി വരാറില്ല. നമ്മൾ സ്വയം അനുഭവിച്ച് സന്തോഷിച്ചങ്ങനെ പോകും. പക്ഷേ ഈ ദുഃഖം എന്നൊരവസ്ഥ നമ്മളിലേക്ക് ഇട്ട് തരാൻ എല്ലാവരും, മനുഷ്യരായ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവരിലേക്ക് ദുഃഖം ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർ തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും ഒരപവാദം പറഞ്ഞെങ്കിലും മറ്റുള്ളവരിലേക്ക് ദുഃഖം ഇട്ട് കൊടുക്കും. അങ്ങനെ ആ ദുഃഖം നമുക്കുണ്ടാകുമ്പോൾ ദുഃഖിക്കുന്ന ആൾ ഒരിക്കലും ദുഃഖത്തിലോട്ട് തന്നെ പോകരുത്. ആ ദുഃഖത്തെ സഹിക്കാനുള്ള കരുത്തും ശക്തിയും ആർജിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കണം. ദുഃഖം നമ്മൾ തന്നെ സഹിച്ച് തീർത്താൽ മാത്രമേ നമ്മളിലേക്ക് സുഖം എത്തുകയുള്ളൂ. ദുഃഖം സഹിക്കുമ്പോഴാണ് സുഖം നമ്മളെ തേടിയെത്തുന്നത് എന്ന് മറന്നു പോകരുത്. അത് നമ്മൾ ഒരു കാര്യം കേട്ടില്ലേ, ഉഷ്ണേന ശാന്തി എന്ന് കേട്ടില്ലേ? അതുപോലെ തന്നെയാണ് ദുഃഖം, ദുഃഖാൽ ശാന്തി എന്ന് നമ്മൾ പഠിക്കണം. ദുഃഖം നമ്മൾ തന്നെ അനുഭവിക്കാൻ പ്രാപ്തരാകുമ്പോൾ മാത്രമാണ്, എല്ലാ ദുഃഖങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കാൻ പ്രാപ്തരാകുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നതും നമ്മൾ ജീവിതം മുമ്പോട്ട് പോകുന്നതും. അങ്ങനെ ദുഃഖം സഹിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് പലരും ഈ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോകുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അങ്ങനെയൊരു ദുഃഖം നമ്മൾ തന്നെ സഹിക്കാൻ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ജീവിതാനുഭവങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കാൻ അറിയുന്നവരായിരിക്കണം. അതെല്ലാം കണ്ടും കേട്ടും ആസ്വദിക്കാനും പറ്റാൻ വേണ്ടിയാണ് കവികളും കഥാകൃത്തുകളും പല കവിതകളും കഥകളും ഒക്കെ എഴുതിയിട്ടുള്ളത്. ഒരു കഥയിലൂടെ, ഒരു പാട്ടിലൂടെ നമ്മളങ്ങ് സഞ്ചരിക്കുമ്പോൾ ദുഃഖം എന്താണെന്നും അതെന്തിൻ്റെ ദുഃഖത്തിന് വേണ്ടിയുള്ളതാണെന്നും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു പാട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ ദുഃഖം വരുമ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പാടി ആ പാട്ടിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ എന്നും കഴിയും എന്ന കാര്യം വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പാടിയ പാട്ടെന്ന് പറയുന്ന ഒരു വിരഹ ദുഃഖത്തിൻ്റെ പാട്ടാണ്. ആ പാട്ട് പാടി 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 പ്രേം നസീർ എന്ന നായകൻ വളരെ വളരെ ആശ്വസിക്കുന്ന ഒരു രംഗം കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പാട്ട് പാടി 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 മനസ്സിലേക്ക് സ്വാതന്ത്ര്യങ്ങൾ ഇട്ടുകൊടുക്കാൻ പറ്റും. വേദനയെ തരണം ചെയ്യാമെന്ന് നമ്മൾ മറക്കരുത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ പോവുകയാണ്. കാരണം അത് അത്രക്കും ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ്. എൻ്റെ കാട്ടാമ്പള്ളി എന്ന ഗ്രാമത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പശത്ത് ഒരു കൊച്ചു കുടുംബം, ഒരു മുക്കുവ കുടുംബം, അവിടെ വള്ളുവന്മാർ എന്നാണ് പറയുന്നത്, ഉണ്ടായിരുന്നു. അതിലെ അച്ഛൻ്റെ പേര് അമ്പു, അമ്മ പൈതൽ. അപ്പോൾ എല്ലാവരും അമ്പു അച്ഛനെന്നും പൈതൽ അമ്മയുമെന്നാണ് അവരെ സ്നേഹത്തോടെ വിളിക്കുന്നത്. കാരണം അവർ വളരെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു. വെറും കൊച്ചു കുടിലായിരുന്നു. ആ കുടിൽ 8 മക്കളും 5 ആൺമക്കളും 3 പെൺമക്കളും ഈ അച്ഛനും അമ്മയും താമസിച്ചിരുന്നു. അവർക്ക് മീൻപിടുത്തമാണ് ജോലി. കാട്ടാമ്പള്ളി പുഴയിൽ പോയി ഈ ആൺമക്കളെല്ലാം പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് മീൻ വിറ്റിട്ട് ഒരു നേരത്തെ ആഹാരത്തിനുമുള്ള വക മാത്രമേ കിട്ടാറുള്ളൂ. ആ ഉച്ചക്ക് ഒരാഹാരം വെച്ച് കഴിഞ്ഞാൽ അവർ ആ 3 നേരവും ഭക്ഷണം കഴിക്കുന്നവരാണ്. ആ ഭക്ഷണം കൊണ്ട് 3 നേരവും ഉള്ളതുമെല്ലാം വിളമ്പി മക്കൾക്കെല്ലാം കൊടുത്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തി പോകുന്ന അമ്മ. അതുകൊണ്ട് തന്നെ എല്ലാവരും, ആ ചുറ്റുമുള്ളവരെല്ലാം ആ അമ്മയെ പൈതലമ്മ എന്ന് വിളിക്കും. പട്ടിണി കിടന്ന് വയറെല്ലാം ഒട്ടി ശോഷിച്ച ഒരു പൈതലമ്മയാണ്. എങ്കിലും അവർക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. ഇങ്ങനെ കാട്ടാമ്പള്ളി പുഴയിൽ മഴവെള്ളം വരുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവരെ കൊച്ചുകൂന, അവരുടെ വീട്ടിൻ്റെ മതിലൊന്നുമില്ല, ഓല മേച്ച തട്ടിയാണ്. ആ തട്ടിയിലാണ് അവർ ഇങ്ങനെ ഉടുപ്പുകളെല്ലാം കൊളുത്തിയിടുന്നത്. എല്ലാ കാര്യങ്ങളും ആ തട്ടി കൊണ്ടുള്ള 2 മുറിയും അടുക്കളയുമാണ്. അവിടെയാണ് താമസിക്കുന്നത്. ആരോടും പരിഭവമില്ല, എല്ലാവരോടും സ്നേഹം. കൂടുതൽ മീൻ കിട്ടിയാൽ അയലത്തുകാർക്ക് എല്ലാം കൊണ്ടുതരും. എൻ്റെ വീട്ടിലും കൊണ്ടുതരാറുണ്ടായിരുന്നു. നമുക്കെല്ലാം പൈതലമ്മയും അമ്പുവച്ചനും സ്നേഹനിധികളായിരുന്നു.
അങ്ങനെ ഈ മലവെള്ളം വരുമ്പോൾ അവരുടെ വീടെല്ലാം അങ്ങ് കുത്തി ഒലിച്ചങ്ങ് പോകും. ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവുകയില്ല. അവരെല്ലാം ഇങ്ങനെ അവർ മീൻ പിടിക്കുന്ന വള്ളവും വലയും എല്ലാം ഒലിച്ചങ്ങ് പോവും. ആ ഒലിച്ചു പോകുന്ന ഇടത്തിൽ എങ്ങനെയെങ്കിലും അവർ വള്ളവും വലയും പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വെക്കും. പിന്നെ എല്ലാം ഒഴുകി, വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാം ഒഴുകി പോകുമ്പോൾ ഈ അമ്മയും മക്കളും അച്ഛനും എല്ലാം ദയനീയമായി അത് നോക്കി നിൽക്കും. പൈതലമ്മ ഒന്നും പറയില്ല. ഇങ്ങനെ നോക്കി നിന്ന് കഴിയുമ്പോൾ മക്കളെല്ലാം കരയുമ്പോൾ ആ പൈതലമ്മ ഒന്ന് പറയും. മൂത്ത മകനായ കുഞ്ഞാനെയും മറ്റുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച്, കുഞ്ഞാൻ എന്നാണ് മൂത്ത മോൻ്റെ പേര്, വലിയ ഇഷ്ടമാണ് ആ അമ്മയ്ക്ക് ആ മകനെയും മറ്റുള്ളവരെ എല്ലാം കയ്യെത്തും ദൂരത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയും, കരയാണ്ടിരിക്കും മക്കളെ, നമ്മൾ ഇവിടെ ബാക്കിയുണ്ടല്ലോ എന്ന്. നോക്കണേ ആ മനസ്സിൻ്റെ ധൈര്യം. ആ വയസ്സായ അമ്മ പറയുന്നു, നമ്മൾ ഇവിടെ ബാക്കിയുണ്ട്, കരയേണ്ട മക്കളെ എന്ന്. ആ ഒരു ധൈര്യം, ആ സങ്കടങ്ങളും വേദനകളും എല്ലാം ഉള്ളിൽ പിടിച്ചമർത്തി മക്കൾക്ക് ധൈര്യം കൊടുക്കുന്ന ഒരമ്മയെ കണ്ട് ഞാനും വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത്, നമ്മൾ ദുഃഖത്തിലൂടെ തന്നെ സഹിക്കാൻ പ്രാപ്തരാകുകയാണെങ്കിൽ ജീവിതം ഒരിക്കലും പാഴായി പോവില്ല. നമ്മൾ നല്ലതായി തന്നെ ജീവിക്കും എന്ന് ഉറപ്പാക്കുക. നന്ദി, നമസ്കാരം.